हम 20,000 लीटर पानी मुफ्त प्रत्येक हाउस होल्ड को देने के लिए अपने इस घोषणा पत्र में कमिटमेंट कर रहे हैं। हम सीनियर सिटीजन हमारी सोशल वल्नरेबिलिटी അദ്ദേഹം പറഞ്ഞത് അത് ഈ മാനിഫെസ്റ്റോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നടപ്പാക്കും. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക്, വിധവകൾക്ക്, സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 3000 രൂപ പ്രതിമാസം നമ്മൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. भक्ष्य सुरक्षा एवं स्वास्थ्य के अतिरिक्त खर्च के लिए हर गरीब महिला को 2500 रुपया हर महीने रिचार्ज होने वाला कार्ड दिया जाएगा, जिसके माध्यम से वो अपने स्वास्थ्य संबंधी अन्य चीजों को क्रय कर सकती है. സ്ത്രീകളെ സംബന്ധിച്ചോളം അവരുടെ ഭക്ഷ്യ സുരക്ഷയും ആരോഗ്യവും ഇതിനു വേണ്ടി ഒരു കാർഡ് നമ്മൾ കൊടുക്കും. ആ കാർഡിനകത്ത് പ്രതിമാസം 2500 രൂപയുടെ ഉള്ള വിലയിലുള്ള കാര്യങ്ങൾ, അതായത് ഫുഡ്, ഭക്ഷണം, സ്വാസ്ഥ്യം, അതായത് ഹെൽത്ത്, ഇത് രണ്ടും അവർക്ക് ചെയ്യും. അത് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ മാസവും 2500 രൂപ कार्ड എല്ലാ സ്ത്രീകൾക്കും നമ്മൾ കൊടുക്കും. हम अपने संकल्प पत्र में ओणम और क्रिसमस के लिए 2 LPG गैस सिलेंडर विशेष सब्सिडी के साथ देने का भी संकल्प लिया है. നമ്മുടെ മാനിഫെസ്റ്റോ സങ്കല്പപത്രത്തിൽ നമ്മൾ പറഞ്ഞു ഓണത്തിനും ക്രിസ്മസിനും 2 LPG സിലിണ്ടേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കും. साथ ही साथ जिस प्रकार से हम लोगों ने आर्थिक रूप से कमजोर वर्गों को इनकम लिमिट्स जो 8 लाख रुपए बढ़ाने का संकल्प हम लोगों ने इस घोषणा पत्र में लिया है, जिससे कि हमारे वीकर सेक्शन को बहुत बड़ा सपोर्ट मिल पाया. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 8 ലക്ഷം രൂപ വരെ അതിന്റെ ആ മാനദണ്ഡം നമ്മൾ ആക്കിയിട്ടുണ്ട് ഈ മാനിഫെസ്റ്റോയിൽ. सबरीमाला में जो हुआ है, जो आइसोलेशन रहा है, निश्चित रूप से मंदिर प्रशासन और उसके जुड़े हुए मुद्दों पर उठी चिंताएं को हम आने वाले समय में निश्चित रूप से एक फोरम बनाकर उसकी जांच भी कराने जा रहे हैं. और साथ में मंदिरों के मामले में पारदर्शिता, जवाबदेही और श्रद्धालुओं के अधिक से अधिक भागीदारी सुनिश्चित करने का कमिटमेंट हम इस घोषणा पत्र में कर रहे हैं. ശബരിമല അമ്പലത്തിനെ കുറിച്ച്, അവിടുത്തെ അഴിമതികളെ കുറിച്ച്, അവിടുത്തെ വിശ്വാസികളുടെ അടുത്ത് തന്നെ അതിനകത്ത് കൂടുതലും വിശ്വാസികൾ വരണം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. हम देवाश्रम बोर्ड में व्यापक सुधार करेंगे ताकि केरल के मंदिर प्रबंधन में श्रद्धालुओं की भागीदारी बढ़ाई जाए और इसको भी सुनिश्चित करेंगे कि उसके जो 30 वर्षों में मंदिर के ऑडिट रिपोर्ट को जांच करेंगे और संपत्तियों का निरीक्षण कर सत्ता के दुरुपयोग के मामले पर कड़ी कार्रवाई की जाएगी. ദേവസ്വം ബോർഡിന്റെ എല്ലാ അമ്പലങ്ങളിലെയും ഒരു ഓഡിറ്റ് നമ്മൾ നടത്തും. കഴിഞ്ഞ 30 വർഷമായിട്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഓഡിറ്റ് നടത്തും. അതിന്റെ വസ്തുക്കൾ, അതിന്റെ പ്രോപ്പർട്ടീസ് എവിടെയാണ്, എങ്ങനെയാണ്, അതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തും. അതിന്റെ വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ നടത്തും. और सबरीमाला में जो स्वर्ण चोरी का मामला हुआ है, निश्चित रूप से टाइम बॉन्ड पर सीबीआई जांच कराई जाएगी ताकि दोषियों के खिलाफ हम पूरी तरह से कार्रवाई करें. ശബരിമലയിലെ സ്വർണം കട്ട് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി CBI കൊണ്ട് തന്നെ നമ്മൾ അതിനെ അന്വേഷിപ്പിക്കും. അതിന്റെ സമയം വെച്ച് സമയബന്ധിതമായിട്ടുള്ള രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോയി ആരാണോ കട്ട് അവർക്ക് നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. लेकिन आजकल आपको दिख रहा होगा एक सुनियोजित तरीके से राहुल गांधी जी मुख्यमंत्री पिनाराई विजयन पर हमला कर रहे हैं. मैंने पहले भी कहा है, ये मैच फिक्सिंग गेम है इनका. मैं पूछता हूं कि आज सबरीमाला के इशू पे आप जो यहां नाटक कर रहे हैं, आपको इस बात का जवाब देना चाहिए कि जब आप ही के शागिर्द DMK और अन्य पार्टियां जब हिंदू देवी देवताओं का अपमान करती हैं, उस समय आपकी बोलती बंद क्यों रहती है? आपको इस बात का भी जवाब देना चाहिए. നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ രാഹുൽ ഗാന്ധി
ശ്രീ പിണറായി വിജയനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കാണുന്നു. ഇത് ഞാൻ കാണുന്നത് നേരത്തെ പറഞ്ഞ മാക്സ് ഫിക്സിംഗ് ആണ്. എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ ശബരിമലയെ കുറിച്ച് നിങ്ങൾ ഇത്രയും പറയുന്നു, ഇത്രയും കുറ്റം കാണുന്നു, നിങ്ങളുടെ തന്നെ സ്വന്തം ഇന്ത്യ അലയൻസിലുള്ള DMK അവിടെ തമിഴ്നാട്ടിലെ ഹിന്ദു ദേവി ദൈവങ്ങളെ വളരെ മോശമായിട്ട് പേരെടുത്ത് പല കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തത്? അതിന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും നിങ്ങൾ ചോദിക്കാത്തത്? साथ ही साथ राहुल गांधी जी को ये भी बताना चाहिए, कांग्रेस की सरकार इतने लंबे समय तक दिल्ली में रही और जिस LDF और UDF की लड़ाई यहाँ पर लड़ते हैं, दिल्ली में ये दोनों साथ बैठकर काम करते हैं। आज यही कारण है कि पश्चिम बंगाल से ये दोनों पार्टियां समाप्त हो चुकी हैं, त्रिपुरा से ये दोनों पार्टियां समाप्त हो चुकी हैं और कहीं न कहीं आने वाले समय में केरलम से भी LDF और UDF पूरी तरह से समाप्त होगा। രാഹുൽ ഗാന്ധി അവരുടെ കോൺഗ്രസ് ഗവൺമെന്റ് ഡൽഹിയിൽ വർഷങ്ങളോളായിട്ട് ഭരിച്ചു. LDF-ഉം UDF-ഉം ഒരുമിച്ചാണ് ഡൽഹിയിൽ അവർ ഭരിച്ചിട്ടുള്ളത്. അത് ഭരിച്ച് നമ്മളിപ്പോ കണ്ടു, വെസ്റ്റ് ബംഗാളിൽ നിന്ന് അവർ രണ്ടും തീർന്നു, ത്രിപുരയിൽ അവർ രണ്ടുപേരും തീർന്നു. ഇനി അടുത്തത് കേരളത്തിലും ഇവർ രണ്ടുപേരും തീരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 5 सालों का इनका जो म्यूजिकल चेयर चलता है, 5 साल हम सत्ता में बैठेंगे, 5 साल तुम सत्ता में बैठना, एक दूसरे के करप्शन को बचाते रहेंगे। ये म्यूजिकल चेयर का गेम अब खत्म होने वाला है, क्योंकि लोग भारतीय जनता पार्टी को विकल्प के रूप में देख रहे हैं। 5 വർഷം ഓരോ 5 വർഷം കൂടെ മാറി ഒരു മ്യൂസിക്കൽ ചെയർ അതുപോലെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാൻ അഴിമതി കാണിച്ചാൽ നിങ്ങൾ ഞാൻ രക്ഷിക്കും, നിങ്ങൾ അഴിമതി കാണിച്ചാൽ ഞാൻ രക്ഷിക്കും. അതിനെ ഇവിടെ ആളുകൾ BJP NDA സർക്കാർ ഒരു വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് തീർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. जिस केरल प्रदेश को आज विकसित केरलम होने में कई नए आयाम जुड़ सकते थे, जिस केरल प्रदेश को उसकी हॉस्पिटैलिटी के लिए, उसके सर्विसेज के लिए जो इंजीनियर्स हैं बड़े पैमाने पे यहाँ से निकलते थे, हमारे कई साइंटिस्ट यहाँ से निकलते थे, देश के लोगों को, युवाओं को साइंटिस्ट और इंजीनियर्स केरलम प्रदेश से कई मिलते थे। आज दुर्भाग्य है कि इस प्रदेश के युवा अपने आप को रिसर्च करने के लिए, इंजीनियरिंग करने के लिए दूसरे प्रदेशों में जा रहे हैं। ये कहीं न कहीं बहुत बड़ा फेलियर इस LDF-UDF की सरकार का है। കേരളത്തെ സംബന്ധിച്ചോളം പുതിയ പ്രോജക്ട്സ്, അതിന് നമുക്കറിയാം സർവീസസിന്റെ മേഖലയിൽ ധാരാളം എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ധാരാളം സയന്റിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഈ യുവാക്കൾ ഇവിടെ പഠിക്കാതെ, ഇവിടുത്തെ സയന്റിസ്റ്റും ഇവിടുത്തെ എഞ്ചിനീയേഴ്സും ആവാതെ മറ്റ് പ്രദേശങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പോകുന്നതാണ് നമ്മൾ കണ്ടത്. केरल प्रदेश ने बहुत लंबे समय तक LDF-UDF के भ्रष्टाचार, तुष्टीकरण और राजनीतिक हिंसा का प्रयोगशाला बना हुआ है। हम निश्चित रूप से ये संकल्प लेते हैं कि हम केरल प्रदेश को पूरी तरह से एक विकसित, उसके विरासत के साथ, उसके जनता के विश्वास के साथ आगे लेकर चलेंगे। हम भाजपा को एक आइडियोलॉजिकल ड्रिवन पार्टी है, भाजपा एक कार्यकर्ता ड्रिवन पार्टी है, जहां नेशन फर्स्ट, पार्टी नेक्स्ट और सेल्फ लास्ट की पॉलिसी पे हम काम करते हैं। കേരളത്തിന്റെ UDF-ഉം LDF-ഉം രണ്ടും ഇവിടെ അഴിമതിയുടെ രാഷ്ട്രീയമാണ് കാണിച്ചിട്ടുള്ളത്, പ്രീരണ രാഷ്ട്രീയമാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒരു വികസിത കേരളമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ആളുകളുടെ വിശ്വാസവും ആളുകളുടെ ആ പഴയ വൈഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. BJP ഒരു ആശയപരമായിട്ടുള്ള ഒരു പാർട്ടിയാണ്, അത് കാര്യകർത്താക്കളുടെ പാർട്ടിയാണ്. നമ്മുടെ ആശയം राष्ट्रप्रथम എന്നുള്ള ആശയത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. भारतीय जनता पार्टी जहां हमारे पास हमारी नीति भी है, हमारा नियत भी है और हमारे पास सक्षम नेतृत्व भी है। आज अपोजिशन की पार्टियों के पास न नीति सही है, न नियत सही है और नेतृत्व कितना अक्षम है, ये आप सब ने देखा है। तो हमें उम्मीद है कि केरल प्रदेश के लोगों को नरेंद्र मोदी जी के नेतृत्व में एक आस्था दिखी है। 2% से ലക്ഷ്യമുണ്ട്, നമുക്ക് നേതൃത്വമുണ്ട്. പക്ഷേ LDF-UDF സംബന്ധിച്ചോളം അവർക്ക് ഇതൊന്നുമില്ല, അവരുടെ ഉദ്ദേശശുദ്ധിയില്ല, അവർക്ക് നേതൃത്വമില്ല, അവർക്ക് ഒരു പോളിസീസും ഇല്ല. കേരളത്തില് മോദി സർക്കാരിന്റെ ആ ഒരു നേതൃത്വത്തിൽ എനിക്ക് ഇപ്രാവശ്യം വളരെ വിശ്വാസത്തോടെ ഞാൻ പറയാം, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് കേരളത്തിൽ വരാൻ പോകുന്നത്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. आज केरल के युवाओं को
प्रतिवर्ष औसतन 4 लाख युवा केरल प्रदेश को छोड़कर बाहर जा रहे हैं। राष्ट्रीय औसत से 3 गुना अधिक बेरोजगारी दर यहाँ पर है। ये स्पष्ट रूप से दिखाता है कि नई पीढ़ी के साथ किस प्रकार का सौतेला व्यवहार यहाँ की LDF-UDF की सरकार कर रही है। കേരളത്തെ സംബന്ധിച്ചോളം ഏകദേശം 4 ലക്ഷത്തോളം യുവാക്കളാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. ഇവിടെ തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയെക്കാട്ടി 3 തവണയാണ് കൂടുതൽ. ഇത് ഈ തലമുറയുടെ കാണിക്കുന്ന അനീതിയാണ്. അത് തന്നെയാണ് LDF-UDF സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. एक तरफ इस राज्य में तुष्टीकरण की राजनीति भी चल रही है। लोग आवाज दे रहे हैं सबरीमाला की इश्यू को, लेकिन साथ ही साथ हम सबको ध्यान में रखना होगा कि इसी केरल में PFI जैसे संगठनों को मुख्य गढ़ बना हुआ है और इसको संरक्षण कोई और नहीं यहाँ की पार्टियां दे रही है। एक तरफ UDF में जमात इस्लामी और मुस्लिम लीग जैसी पार्टियां काम कर रही हैं, जो निश्चित रूप से इस राज्य के सुरक्षा के लिए खतरा है। और हम अब केरल प्रदेश के लोगों को आश्वस्त करते हैं कि हम सुरक्षित केरल बनाने की दिशा में काम करेंगे और इन जैसे संगठनों को निश्चित रूप से पूरे देश में जिस प्रकार से हमने बैन किया है, आने वाले समय में इस राज्य को सुरक्षित रखने के लिए इन पर और भी कठोर से कठोर कार्रवाई करनी होगी, तो हम करने से पीछे नहीं हटेंगे। നമ്മൾ ഇവിടെ കാണുന്നത്, കേരളത്തിൽ കാണുന്നത് ഒരു പ്രീരണ രാഷ്ട്രീയമാണ്. ശബരിമലയുടെ ഇഷ്യൂവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു പ്രീരണ രാഷ്ട്രീയം ഈ 2 മുന്നണികളിലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ PFI അവർക്കിവിടെ വേരോട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഇതെല്ലാം ഈ രീതിയിലുള്ള പാർട്ടീസ് അവരുടെ പ്രീണന രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ സുരക്ഷയെ തന്നെ പണയം വെച്ചുകൊണ്ട് അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിത കേരളമാണ് നമ്മുടെ ഉദ്ദേശം. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ വളരെ ശക്തമായിട്ട് നടപടികൾ എടുത്തത്, അതേ രീതിയിൽ നമ്മൾ ഇവിടെയും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് യാതൊരു സംശയമില്ല. जो खुलेआम कहते हैं कि हम रवायत नहीं पढ़ने देंगे, हम मंदिरों के सामने फांसी पर लटका देंगे, ये शब्दों का प्रयोग करने वाले संगठन के संरक्षक कोई है तो यही कांग्रेस के नेता राहुल गांधी जी और LDF-UDF के लोग हैं। हमें इन लोगों से निश्चित रूप से सचेत रहने की आवश्यकता है और इनको करारा जवाब देने की आवश्यकता है। आज पूरा देश जहां विकास के दौर में आगे बढ़ रहा है, आज आयुष्मान भारत योजना हो, चाहे इंफ्रास्ट्रक्चर ग्रोथ हो, चाहे हमारे रोड इंफ्रास्ट्रक्चर हो, रेलवे इंफ्रास्ट्रक्चर हो, नरेंद्र मोदी के नेतृत्व में पूरा देश आज आगे बढ़ रहा है। आज हमारी पड़ोसी देश भी अगर हम हमारे ऊपर देखते हैं तो उनको करारा जवाब देने का काम हमारी सरकार कर रही है। आपने देखा किस प्रकार से हमारे सैनिकों पर पहले हमले होते थे तो दिल्ली में बैठी हुई सरकार मौन रहती थी, पर वर्तमान की सरकार, नरेंद्र मोदी की सरकार ईंट का जवाब पत्थर से देना जानती है। कोई हमारे माता बहनों के सिंदूर को उजाड़ता है तो हम उसके खिलाफ कड़ी कार्रवाई करते हैं। ऑपरेशन सिंदूर इसका परिणाम पूरी तरह से प्रमाण देता है। ഇവിടെ നമ്മൾ കാണാറുണ്ട്, ഇവിടെ വളരെ തുറന്നു തന്നെ രാമായണം വായിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ കെട്ടിത്തൂക്കും എന്നൊക്കെയുള്ള പ്രസ്താവന നടത്തുന്നത് ഇതേപോലെ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ ഒരു ഒത്താശയോടാണ്. അതിന് നമ്മൾ തക്കതായിട്ടുള്ള ശക്തമായിട്ടുള്ള മറുപടി തന്നെ നൽകും. ഇവിടെ മോദി സർക്കാർ ആയുഷ്മാൻ ഭാരതും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. നമ്മുടെ സ്വന്തം അയൽവാസി രാജ്യങ്ങളായിട്ടുള്ള അവർ പോലും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. നമ്മൾ കണ്ടു, നമ്മളെ ഇവിടെ വന്ന് നമ്മളെ ഉള്ളിൽ വന്ന് നമ്മുടെ സ്ത്രീകളെയും നമ്മുടെ അമ്മമാരുടെയും സിന്ദൂരം മായ്ച്ചിട്ടുണ്ടെങ്കിൽ ആ സിന്ദൂരം മായ്ച്ചതിന് എങ്ങനെയാണ് ശക്തമായിട്ടുള്ള നടപടിയെടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ മറുപടി കൊടുത്തതെന്ന് ലോകം മൊത്തം കണ്ടിരിക്കുകയാണ്. അതാണ് നരേന്ദ്രമോദി സർക്കാർ. आज आपके पास ऐसा नेतृत्व है जो वैश्विक स्तर पर भारत के तिरंगे का मान बढ़ाता है। हमें याद होना चाहिए जब रशिया की लड़ाई चल रही थी यूक्रेन के साथ, उस समय भारत के तिरंगे को लेकर हजारों लाखों युवा निकल रहे थे और पाकिस्तान के लोगों को भी अगर संरक्षण मिल रहा था, सेफ एस्केप करने का मौका मिल रहा था, तो भारत का तिरंगा लेकर निकल रहे थे। ये भारत की बढ़ती हुई साख को दिखाता है। ഇന്ന് ലോകത്ത് ഭാരതത്തിനെ കുറിച്ചുള്ള മതിപ്പ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ നേതൃത്വത്തിനെ കുറിച്ചുള്ള മതിപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ
എങ്ങനെയാണ് ഇന്ത്യൻ പതാക ആയിട്ട് നമ്മുടെ യുവാക്കൾ അവിടുന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങിയത്. ആ ഭാരത പതാകയുടെ പിന്നിൽ പാകിസ്ഥാന്റെ യുവാക്കൾ പോലും അങ്ങനെ രക്ഷപ്പെട്ട നമ്മൾ കണ്ടു. അതാണ് ഭാരതം. नेहरू जी के समय में जिस भारतीय सीमा को हजारों एकड़ जमीन उस समय चीन को दे दी गई थी, 1962 के युद्ध के शहीदों को नमन करने मैं खुद गुवाहाटी से तवांग की यात्रा किया था। मैं आज आपको ये वाक्य इसलिए बता रहा हूं कि चीन के उस बॉर्डर से बहुत दूर केरल के इलाके में आप हैं, पर उस समय की सरकार की क्या सोच थी, मैं उसका उदाहरण आपके सामने रख रहा हूं। मैंने वहां के सैनिकों से पूछा कि हमारी सीमाओं में सड़कें पक्की क्यों नहीं है, तो उनका जवाब था हमारी सरकार का हमें आदेश नहीं है। हमारी सरकार ये मानती है कि अगर हम पक्की सड़कें बना देंगे तो चाइना हमारे देश में घुस जाएगा। ये सोच थी इस समय नेहरू राजीव गांधी की सरकार का। നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നെഹ്റു അദ്ദേഹം ആയിരക്കണക്കിനുള്ള ഏക്കർ ഭൂമി ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1962 യുദ്ധം എനിക്ക് ഗുവാഹട്ടി തവാങ് ആ മേഖലയിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. എനിക്കറിയാം, കേരളം അവിടെ നിന്ന് വളരെ ദൂരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഞാൻ ചെന്നു, അവിടുത്തെ സൈനികരുടെ ചോദിച്ചു ഈ റോഡിന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെയെന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല. സർക്കാർ പറയുന്നത് ഈ റോഡ് നന്നാക്കി കഴിഞ്ഞാൽ ചൈന ആ റോഡ് ഉപയോഗിച്ച് ഉള്ളിലോട്ട് വരും എന്ന്. അതായിരുന്നു അന്നത്തെ ആ ഒരു രീതിയിലുള്ള ആ ചിന്ത. आज आपका जो नेतृत्व है नरेंद्र मोदी जी का, आज उसी अरुणाचल के बॉर्डर पे, तवांग और बोमला के बॉर्डर पे पक्की सड़कें भी बनी है, एयरबेस भी बना है। ये नए भारत की तस्वीर है, नया नेतृत्व है, जहां सैनिकों को सम्मान के साथ आगे बढ़ने का मौका दिया जाता है। ഇന്ന് അതേ അരുണാചൽ പ്രദേശ് തവാങ് ബോംഡില ആ റോഡില് നല്ല റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ എയർപോർട്ട് വരെ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്നത്തെ ഗവൺമെന്റ് സൈനികർക്ക് വേണ്ടിയും സൈനികത്തിന്റെ ആ ആവശ്യത്തിന് വേണ്ടി എങ്ങനെയാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത് എന്നുള്ള ഉദാഹരണമാണ്. आज उसी कश्मीर में जहां से 370 धारा समाप्त हुई, 2012 का मैं आपको वाकया बताता हूं। उसी 2012 में कश्मीर के उस लाल चौक में पाकिस्तान का झंडा फहराया था और दिल्ली में बैठी हुई मनमोहन सिंह की सरकार को मौन बैठी थी। उस पाकिस्तान के झंडे को हटाने की हिम्मत नहीं थी। हम लोगों ने राष्ट्रीय एकता यात्रा के माध्यम से उस समय हम लोग कश्मीर गए थे। आपके जो मेयर हैं तिरुवनंतपुरम के वीवी रमेश, उस समय युवा मोर्चा के हमारे साथी थे। वीवी राजेश युवा मोर्चा के साथी थे, वो भी उस यात्रा में गए थे। आज वही कश्मीर का लाल चौक नरेंद्र मोदी के नेतृत्व में भारत के तिरंगे में लहराता है। ये अंतर है नरेंद्र मोदी की सरकार में और हमारी पूर्व की सरकारों में। अब राहुल बाबा बोलते हैं हम कंप्रोमाइज हैं, तब आपको समझना होगा कौन कंप्रोमाइज है। जो इस तिरंगे के साथ को बढ़ाना, जो तिरंगे के सम्मान को बढ़ाना, वो कंप्रोमाइज है, या वो कंप्रोमाइज है जिसने देश की जमीन को, मिट्टी को विदेशों के हाथ में दे दिया, जो सैनिकों के सर काट के जाने पे मौन रहता था, वो कंप्रोमाइज है कि हमारा नेतृत्व कंप्रोमाइज है। ये केरल की जनता को फैसला करना है। ഞാനിനി 2012 ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, കശ്മീരിൽ ആർട്ടിക്കിൾ 370 അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. 2012 അന്ന് ലാൽ ചോക്ക്, ശ്രീനഗറിലെ ലാൽ ചോക്കില് പാകിസ്ഥാന്റെ കൊടി അവിടെ റേസ് ചെയ്തു. അതന്ന് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൻമോഹൻ സിംഗ് ജി അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് താഴെ ഇറക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഏകത, അതായത് യുവമോർച്ചയുടെ ഒരു രാഷ്ട്രീയ ഏകത മാർച്ച് അതിനു വേണ്ടി പോയിരുന്നു. അത് നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരം മേയർ ആയിട്ടുള്ള ശ്രീ വി രാജേഷ്, അദ്ദേഹം യുവമോർച്ചയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ അതിന് പോയിരുന്നു. അതാണ് വ്യത്യാസം. ലാൽ ചോക്കിൽ ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അണ്ടറിൽ ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ പതാകയാണ് അവിടെ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് നമ്മൾ കോംപ്രമൈസ് ആയി. ഞാൻ ചോദിക്കുന്നത്, ആരാണ് കോംപ്രമൈസ് ചെയ്തത്? നമ്മുടെ രാജ്യത്തിന്റെ ഭൂമി വിട്ടുകൊടുത്തവരോ, പാകിസ്ഥാന്റെ പതാക താഴെ ഇറക്കാൻ പറ്റാത്തവരോ,
സൈനികരുടെ തല വെട്ടിക്കൊണ്ടുപോയ അവരോ അതോ ഈ രീതിയിൽ തിരിച്ചടിക്കാനും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നമ്മുടെ പതാക അവിടെ ഉയർത്തി ഫ്ലൈ ചെയ്യാനുള്ള കഴിവുള്ള ആരാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഈ രാജ്യത്തിലെ ദേശഭക്തിയുള്ള ആളുകൾ അത് തിരിച്ചറിയണം. मैं केरल की जनता से बस यही कहना चाहता हूं, अब आइए इस राज्य को पुराने राजनीतिक तरीके से बाहर निकालिए। उस राजनीतिक आपदा की घड़ी से यहाँ के लोगों को बाहर निकाला जाए और नए विचार, नए जोश और नए नेतृत्व के साथ, एक स्ट्रक्चरल चेंज के साथ नई राजनीतिक संस्कृति की शुरुआत की जाए. എനിക്ക് കേരളത്തിന്റെ ജനങ്ങളടുത്ത് പറയാനുള്ളത്, പഴയ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മാറേണ്ട ആവശ്യമുണ്ട്. ആ പഴയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പുതിയ ഐഡിയാസ്, പുതിയ ചിന്ത, ആ പുതിയ രീതിയിലുള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. नरेंद्र मोदी के नेतृत्व में विकसित केरल 2047 के विकसित भारत का सपना जो माननीय प्रधानमंत्री जी ने देखा है, उसमें 2047 का विकसित केरल कैसे बने, इस दिशा में आपका आशीर्वाद और समर्थन चाहिए. भारतीय जनता पार्टी को 9 अप्रैल को जो होने वाले चुनाव है, मैं आप सभी यहाँ के बुद्धिजीवियों से आग्रह करता हूँ कि आपके माध्यम से समाज को यह संदेश जाए कि भाजपा ही निश्चित रूप से चेंज लाएगी, एक नया परिवर्तन लाएगी, एक नया सोच के साथ, नए नेतृत्व के साथ इस केरल के विकास का हम संकल्प लेते हैं. बहुत बहुत धन्यवाद. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നരേന്ദ്രമോദി ജി മുന്നോട്ട് വെച്ച ആശയം വികസിത് ഭാരതം 2047, ആ വികസിത് ഭാരതത്തിന്റെ ഭാഗമായിട്ട് ഒരു വികസിത് കേരളവും വേണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. 9-ാം തീയതി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന പ്രബുദ്ധമായിട്ടുള്ള ആളുകൾ, അവര് നമ്മൾ ഇവിടെ ഉള്ളവരും വെളിയിൽ ചെന്ന ആളുകളടുത്തും പറയണം, ഭാരതീയ ജനതാ പാർട്ടി ഒരു പുതിയ മാറ്റത്തിന് വേണ്ടിയാണ് വരുന്നത്. പുതിയ നേതൃത്വം, പുതിയ മാറ്റം, പുതിയ ആശയം. ആ ആശയത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും ആ വികസിത കേരളം കൊണ്ടുവരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ജയ് ഹിന്ദ്, ജയ് കേരള.